ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ചായയൊക്കെ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഋഷുവിന് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പം ചായയൊക്കെ തണുപ്പിച്ചിട്ട് അവൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇന്ന് മദ്രസ ഉണ്ട്. അപ്പം മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. കുറേ ആയി അവിടെ കൂടിയിട്ട്. അപ്പോൾ രാവിലെ ഞാൻ ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ്. ബീഫ് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇവിടെ നനച്ച് വെക്കുകയാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഒരു 10 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. സവാളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിച്ചപ്പം നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂണ് ബീഫിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് ചേർത്തപ്പോൾ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ സവാളയൊക്കെ ആവശ്യത്തിനുള്ള മസാലകൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നോക്കിയിട്ട്. അതിനുശേഷം വേവിച്ചിട്ടുള്ള ബീഫ് ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് പുട്ടിവിടെ ഞാനിവിടെ ആവശ്യത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ബീഫിൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പുട്ടിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പുട്ട് ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടൊക്കെ കുറ്റിയെടുക്കുകയാണ്. ഇക്കാക്കും ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഋഷു നേരത്തെ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ വേഗം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ പോണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കേബേജും അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേബേജ് വേഗം ആകാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇടുകയാണ് വറവിട്ടതിന് ശേഷം. പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു കൂടുമ്പോൾ നല്ല രസമാണല്ലോ. ഇതിലെല്ലാവരും ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ റെഡി ആയതിൻ്റെ ശേഷമൊക്കെ ടേബിൾ മേലേക്ക് എടുത്ത് വെക്കുകയാണ്. വല്യമ്മ മരിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൂടുന്നത്. വല്യമ്മ ഉണ്ടാകുമ്പം ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. അമ്മോനും എൻ്റെ ആങ്ങളെയും ആളാപ്പയും മക്കളും എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർ കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. തലയിൽ ഷാളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അതൊന്നും എടുത്തിട്ടില്ല. സംസാരിച്ചിരിക്കണമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത്രക്കായിരുന്നു എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.